മകളെ നമസ്കാരം. ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷനും അതുപോലെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയനും കാര്യങ്ങളാണ് പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആൾജിബ്രയെക്കുറിച്ച്, ആൾജിബ്ര പറഞ്ഞാൽ അറിയാം നമുക്ക് ബൈനറി ഓപ്പറേഷൻസ്, ബേസിക്സ് ആയിട്ടുള്ള അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനെ കുറിച്ചാണ്. അത് രണ്ട് ഫങ്ഷൻസ്, സെയിം ഡൊമൈനിൽ നിന്ന് പോകുന്ന രണ്ട് ഫങ്ഷൻസിന് പി എന്ന പോയിന്റിൽ ലിമിറ്റുണ്ട്. എഫ് എന്ന ഫംഗ്ഷൻ എ എന്ന ലിമിറ്റും g എന്ന ഫംഗ്ഷൻ b എന്ന ലിമിറ്റും. ദാറ്റ് മീൻസ് f and g are two functions defined on e into c, complex valued functions, and they have the limit at the point p in e. Say a is the limit of f and b is the limit of g. Then f plus g has the limit a plus b, f minus g has the limit a minus b, and f into g has the limit a dot b, and f by g has the limit a by b, provided. ലാസ്റ്റ് കേസിൽ പ്രൊവൈഡഡ് എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവും 0 ആവാൻ പാടില്ല, ലിമിറ്റും അതിൻ്റെ കൺസേൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി ജി ഓഫ് എക്സ്, അത് ബിയും 0 ആവരുത്. ഓക്കെ, ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ലിമിറ്റിൻ്റെ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറോ മറ്റോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കണ്ടിന്യൂറ്റി എന്ന കൺസെപ്റ്റ് എന്താണ്? ഇപ്പം ലിമിറ്റ് എന്ന എന്താണ്, അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. റിയൽ കേസ് ആണെങ്കിൽ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഉണ്ടാവണം, എങ്കിലാണ് ലിമിറ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. രണ്ടും ഈക്വലുമാവണം. ഇവിടെ കണ്ടിന്യൂറ്റിയും ലിമിറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ലിമിറ്റ് ഉണ്ടാകുന്ന ആ വാല്യൂ, ഇപ്പോൾ എൽ എന്ന വാല്യൂ ഇമേജിന് തുല്യമാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് എഫ് എന്ന ഫംഗ്ഷൻ, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഇ ഇൻ ടു വൈ, ഇ ബി എ സബ്സെറ്റ് ഓഫ് എ മെട്രിക്സ് സ്പേസ് എക്സ് ആൻഡ് പി ബി എ പോയിൻ്റ് ഇൻ ഇ. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പി മസ്റ്റ് ബി എ പോയിൻ്റ് ഇൻ ഇ ആയിരിക്കും. ലിമിറ്റ് പറയുമ്പോൾ പി ഇയിലെ പോയിൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല, പകരം ഇയുടെ ലിമിറ്റ് പോയിൻ്റ് ആയാലും മതി എന്നാണ്. ഏതോ ഓപ്പൺ ഇൻട്രവൽ 0 1 ഡൊമൈൻ എടുക്കുമ്പോൾ അതിൽ 0യും 1ഉം ലിമിറ്റ് പോയിൻ്റാണ്, അതിനകത്തില്ല. ആ കേസിൽ നമുക്ക് ലിമിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻ്റെ, പക്ഷേ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാൻ 0ലും 1ലും പറ്റില്ല. ഓക്കെ, പക്ഷേ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉള്ളിലെ പോയിൻ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പി എലമെൻറ്റ് ഓഫ് ഇ പ്രത്യേകം ശ്രദ്ധിക്കാതെ രണ്ട് നമ്മളൊരു ചെറിയ വ്യത്യാസം അതാണ്. അപ്പോൾ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് പി മീൻസ് എഫ് ഹാസ് ദ ലിമിറ്റ് അറ്റ് ദ പോയിൻറ്റ് എൽ ആൻഡ് ഇറ്റ് കോയിൻസൈഡ് വിത്ത് ഇറ്റ്സ് ഇമേജ് എന്നാണ്. ഇമേജുമായിട്ട് കോൺസൈഡ് ചെയ്യണം. ഇപ്പോൾ ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് വിത്ത് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വിത്ത് പി ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് ലിമിറ്റിൽ പഠിച്ചത്. ആ എല്ലിനെ റീപ്ലേസ് ചെയ്ത് എഫ് ഓഫ് പി എന്നാക്കി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് കണ്ടിന്യൂറ്റി എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് എന്നാണ്. എ ഫംഗ്ഷൻ എഫ് ഓൺ ഇ is said to be continuous on E if it is continuous at every point of E. ആ ഡൊമൈനിലുള്ള മുഴുവൻ പോയിൻറ്റിലും കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗ്യാപ്പില്ല എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെയാണ്, പക്ഷെ അത് ഡൊമൈനിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹോൾ റിയൽ ലൈനിൽ കണ്ടിന്യൂസ് ആവുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, എവരിവെയർ കണ്ടിന്യൂസ് ആവുന്ന ഫങ്ഷൻസ്, പോളിനോമിയൽ ഫങ്ഷൻസ് മുഴുവൻ പേരും കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ റാഷണൽ ഫങ്ഷൻസ് അതിൻ്റെ കൺസേൺ ഡൊമൈനിൽ, ഫോർ എക്സാമ്പിൾ 1/x റാഷണൽ ഫംഗ്ഷനാണ്, അത് x = 0 ഒഴികെ ബാക്കി എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ പോളിനോമിയൽസ്, റാഷണൽസ്, സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഇത്തരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ഓൺ ദെയർ ഡൊമൈൻ ആയിരിക്കും, അതിൻ്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി കണ്ടിന്യൂറ്റി മിസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഒന്ന് ഡിറിഷൽ ഫംഗ്ഷൻ, തോമീസ് ഫംഗ്ഷൻ. ഇത് രണ്ടും നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഡിറിഷൽ ഫംഗ്ഷൻ പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിനെ 0ലേക്കും ഇറാഷണലിലെ 1ലേക്കും മാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം. റാഷണലിലെ 1ലേക്കും ഇറാഷണലിലേക്ക് 0ലേക്കും പോകുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത അത് ഒരിടത്തും എന്താവില്ല, കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ, ഓവർ കണ്ടിന്യൂസ് ആവുന്ന ഫംഗ്ഷനാണ് ഡിറിഷൽ ഫംഗ്ഷൻ. ഇനി കുറച്ച് പോയിന്റിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്ന ഫംഗ്ഷനാണ് നമ്മുടെ തോമീസ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നിങ്ങൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ ഈ പറഞ്ഞ തോമീസ് ഫംഗ്ഷനും ഡിറിഷൽ ഫംഗ്ഷനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞ ഫംഗ്ഷൻസൊക്കെ ഗ്രാഫ് വരയ്ക്കുക, അതൊരു അസൈൻമെൻ്റ് ആക്കി നിങ്ങൾ വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഇനി കണ്ടിന്യൂറ്റിക്കും സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഉണ്ട്, 4.6 എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ പറഞ്ഞത് ഡൊമൈനിലെ സീക്വൻസ് പി എൻ പിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് പി എൻ ടെൻസ് ടു എൽ ആണെങ്കിൽ അല്ലെങ്കിൽ ക്യൂ ആണെങ്കിൽ നമുക്ക് അവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ പറഞ്ഞിരുന്നു, ക്യൂ എന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും.
ഈ ക്യൂ എഫ് ഓഫ് പി ആയി മാറുമ്പോൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി ആയി മാറും. അതായത് എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് പി ഇഫ് എവറി സീക്വൻസ് പി എൻ വിച്ച് ടെൻസ് ടു പി ഇൻ ദ ഡൊമൈൻ ഇംപ്ലൈസ് എഫ് ഓഫ് പി എൻ ടെൻസ് ടു എഫ് ഓഫ് പി. അതായത് പി എൻ പിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് പി എൻ എഫ് ഓഫ് പിയിലേക്ക് പോകും. കോഡൊമൈനിൽ പി എൻ പിയിലേക്ക് പോകുന്നത് ഡൊമൈനിലാകുമ്പോൾ എഫ് ഓഫ് പി എൻ ടെൻസ് ടു എഫ് ഓഫ് പിയിലേക്ക് പോകും. ഇതാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത് കോമ്പോസിഷൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ അൾജിബ്രയും ഉണ്ട്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ഡോട്ട് ജി, അതുപോലെ എഫ് ബൈ ജി, ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് തന്നെയായിരിക്കും. കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ എപ്പോഴാണ് രണ്ട് ഫംഗ്ഷനെ കമ്പോസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ തിയറം 4.7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ ഗിവൺ ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി. ഫസ്റ്റ് ഫംഗ്ഷൻ ഫ്രം ഇ ടു വൈ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഫ്രം എഫ് ഓഫ് ഇ ഇൻ ടു സെറ്റ്. അപ്പോൾ എക്സ്, വൈ, സെറ്റ് 3 മെട്രിക് സ്പേസ് ആണ്. ഈ എക്സിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയിൽ നിന്ന് വൈയിലേക്കും ജി സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് ഓഫ് ഇയിൽ നിന്ന് സെറ്റിലേക്കുമാണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഫ് ആദ്യം ഇയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വൈയിലേക്ക് എത്തും. വൈയിലേക്ക് എത്തുമ്പോഴും വൈ പൂർണ്ണമായി കിട്ടില്ല, പകരം റേഞ്ച് സെറ്റായിട്ടുള്ള എഫ് ഓഫ് ഇയിൽ ഉണ്ടാവുക. ഈ എഫ് ഓഫ് ഇയിലെ പോയിൻറ്റ്സിനെ സെഡിലേക്ക് എത്തിക്കുകയാണ് ജി ചെയ്യുന്നത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ചെയ്യുന്നത് എഫ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഫ് ഓഫ് ഇയിലേക്ക് എത്തും. എഫ് ഓഫ് ഇയിൽ നിന്ന് ജി സ്റ്റാർട്ട് ചെയ്തിട്ട് സെഡിലേക്ക് എത്തും. അതൊരു റിലേ പോലെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കോമ്പോസിഷൻ ഫംഗ്ഷൻ എച്ച് ഡിഫൈൻ ചെയ്ത് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് കോമ എക്സ് എലമെൻറ്റ് ഓഫ് ഇ ആണ്. സെഡ് അല്ല, എക്സ് ആണ്. എക്സ് എലമെൻറ്റ് ഓഫ് ഇ ആണ്. ഓക്കെ, ഇനി ഈ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത, എഫ് എന്ന ഫംഗ്ഷൻ പി എന്ന പോയിൻറ്റിൽ, ഇയിലുള്ള പി എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസും അതുപോലെ ജി എന്ന ഫംഗ്ഷൻ എഫ് ഓഫ് പിയിൽ കണ്ടിന്യൂസുമാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് അത് എച്ച് പി എന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട തിയറാണ് കേട്ടോ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സപ്പോസ് ചെയ്യുന്നു എഫ് ഫ്രം ഇ ഇൻ ടു y and g from f of e into z are two continuous functions, and the first one is continuous at the point p and the second one function g is continuous at the point f of p. We need to prove the composition h is equal to g composition f is continuous at the point p എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജിയുടെ എച്ചിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എപ്പോഴും നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു എപ്സിലോൺ എടുക്കണം. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ എടുത്തു. ഇനി നമുക്കറിയാം, ആദ്യം നമ്മൾ ജി എന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ജി കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് പി ആണെന്നറിയാം. സ്വാഭാവികമായിട്ട് ഡെഫിനിഷൻ എപ്സിലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡെൽറ്റ കിട്ടും. പക്ഷേ നമ്മളിവിടെ ഡെൽറ്റ എന്ന പേര് കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ ഈറ്റ എന്നാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ആ പേര് മാറ്റി കൊടുക്കുന്നത് വ്യത്യാസമുള്ളൂ. ഏത് എപ്സിലോണിനും ഒരു ഡെൽറ്റ ഉണ്ടാകുന്നതിന് പകരം ഇവിടെ ഈറ്റ എന്ന പേര് കൊടുക്കും. ഓക്കെ, ദർ എക്സിസ്റ്റ് ആൻഡ് ഈറ്റ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല തന്നെ, ഒരു ജസ്റ്റ് നെയിം ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ഈറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നെയിം ചേഞ്ച് ചെയ്യാൻ കാരണം എച്ച് എന്ന ഫംഗ്ഷന് വേണ്ടി ഡെൽറ്റ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ജിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈറ്റ എടുത്തത്. ദർ എക്സിസ്റ്റ് ആൻഡ് ഈറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ജി ഓഫ് വൈ വിത്ത് ജി ഓഫ് എഫ് ഓഫ് പി ലെസ് ദാൻ, കാരണം ഇവിടെ ജിയുടെ കണ്ടിന്യൂറ്റി എഫ് ഓഫ് പിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ജി ഓഫ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി വൈ ഓഫ് എഫ് ഓഫ് ഡി വൈ ഓഫ് വൈ വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ. അവിടെ ശ്രദ്ധിക്കുക, ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും എഫ് ഓഫ് ഇയിൽ നിന്ന് സെഡിലേക്കാണ്. അപ്പോൾ ജി ഓഫ് വാല്യൂ സെഡിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ആ മെട്രിക് ഡി സെഡ് എന്ന് കൊടുത്തത്. അതുപോലെ തന്നെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ വൈയുടെ സബ്സെറ്റാണ്. അതുകൊണ്ടാണ് ഡി വൈ എന്ന പേര് കൊടുത്തത്. ഓക്കെ, ഇത് നമുക്കറിയാം വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇയിലെ പോയിൻ്റാണ്. കാരണം ജി എന്ന ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എഫ് ഓഫ് ഇയിൽ നിന്നായതുകൊണ്ട് വൈ എഫ് ഓഫ് ഇയിലെ ആണെങ്കിൽ എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ റേഞ്ച് സെറ്റ് ഓഫ് എഫ് ആണ്. റേഞ്ച് സെറ്റ് ഓഫ് എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാ പോയിൻറ്റിൻ്റെ ഇമേജസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈ റേഞ്ച് സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ വൈക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. ആ ഈ പ്രീ ഇമേജ് എക്സ് ആയിരിക്കും. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു സം എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ നമുക്കതിനെ റീറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ ആ ഒരു ഇക്വേഷനെ റീറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി സെറ്റ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് ജി ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി വൈ ഓഫ് വൈയുടെ വാല്യൂ കൊടുത്തു എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം എഫ് പി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് എന്താ അറിയാം, ഏത് എപ്സിലോൺ എടുത്താലും ഡെൽറ്റ കിട്ടുമെന്ന് പറയുന്നതിന് പകരം ഇവിടെ ഈറ്റ എടുക്കുക. ഏത് ഈറ്റ എടുത്താലും വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഡെൽറ്റ കിട്ടാൻ 0 സച്ച് ദാറ്റ് ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ. കാരണം ഇവിടെ
എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിൻ്റെ സബ്സെറ്റും വൈയുടെ അതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് വൈയുടെ സബ്സെറ്റുമാണ്. അതുകൊണ്ടാണ് dy ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ വെനെവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എഫിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പി ആണ് കൊടുത്തത്, ഇക്വേഷൻ 2 കൊടുത്തു. ഇനി 1ഉം 2ഉം കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഡി സെഡ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് ജി ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെനെവർ dy ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ ഈറ്റ. ഓക്കെ, അതുകൊണ്ട് ഇക്വേഷൻ 2ൽ എഴുതി കഴിഞ്ഞാൽ സംഭവിക്കും വെനെവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ. അതിൽ ഫസ്റ്റ് വണ് ലാസ്റ്റ് വണ് എഴുതുമ്പോൾ സംഭവിക്കും ഡി സെഡ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് ജി ഓഫ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെനെവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ. അതിനർത്ഥം എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് പിയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറയുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് പോയി എച്ച് ഓഫ് എക്സും എച്ച് ഓഫ് പിയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും. എപ്പോൾ? എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറവുമ്പോൾ. അതിനർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പി എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് പി എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് ലിമിറ്റിംഗ് വാല്യൂയും ഇമേജും സെയിം ആവുന്നതുകൊണ്ട് എച്ച് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് പി എന്ന് കിട്ടും. ഓക്കെ, വളരെ പ്രസിദ്ധമായ ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ് ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസ്ഡ് ഓൺ ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് തിയറം 4.8. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഒരു മെട്രിക് സ്പേസിൽ ഡിസ്റ്റൻസ് വരുന്ന സമയത്താണ് എഫ് ഫ്രം എക്സ് ടു വൈ, എക്സും വൈ മെട്രിക് സ്പേസാണ്, അത് എക്സിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോഡൊമൈനിലെ ഏതൊരു ഓപ്പൺ സെറ്റിൻ്റെയും ഇൻവേഴ്സ് ഇമേജ് ഡൊമൈനിൽ ഓപ്പൺ ആയിരിക്കും. അതിനർത്ഥം കറസ്പോണ്ടിങ് ടു എവരി ഓപ്പൺ സെറ്റ് വി ഇൻ വൈ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്. ഇതാണ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ മാപ്പിംഗ് എഫ് ഫ്രം എക്സ് ഇൻ ടു വൈ ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ എവരി ഓപ്പൺ സെറ്റ് വി ഇൻ വൈ. അതായത് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ എന്നാണ് അർത്ഥം. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ പ്രസിദ്ധമായ ക്യാരക്ടറൈസേഷനാണിത്. ഇത് നമുക്ക് ഡെഫിനേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് പ്രൂവ് ചെയ്യാം. സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ എക്സ് ആണ്, ഡൊമൈൻ എവിടെയാണ്? എക്സിൽ നിന്ന് വൈയിലേക്ക്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോഡൊമൈനിലെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്ത് ക്യാപിറ്റൽ വി ഇൻ വൈ ഓപ്പൺ ഇൻ വൈ ആണെങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഇൻവേഴ്സ് ഓഫ് വി അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഡൊമൈനിൽ ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ എടുത്തു ലെറ്റ് വി ഓപ്പൺ ഇൻ വൈ എന്നെടുത്തു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഒരു സെറ്റ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ പോയിൻറ്റും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? എവരി പോയിൻറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ് ഓഫ് ദാറ്റ് സെറ്റ്. സോ വി ഹാവ് ടു പ്രൂവ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ മീൻസ് every point of f inverse of v is an interior point of it. Okay, for that purpose we take an arbitrary point p in f inverse of v. P element of f inverse of v means f of p is a member of v. p f inverse of v ഉണ്ടെങ്കിൽ f of p എവിടെ ഉണ്ടാവും? ക്യാപിറ്റൽ വിയിലുണ്ട്. ക്യാപിറ്റൽ വി ആണ്, സ്മോൾ വി അല്ല, ക്യാപിറ്റൽ വി ആണ്. ബട്ട് വി നോ ദാറ്റ് ക്യാപിറ്റൽ വി ഈസ് ഓപ്പൺ ഇൻ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ എല്ലാ പോയിൻറ്റും എവരി പോയിൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ്. ഇൻ പർട്ടിക്കുലർ എഫ് ഓഫ് പി ഈസ് ആൾസോ ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് വി. ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് സെൻറ്ററും ഒരു പർട്ടിക്കുലർ റേഡിയസും ഉള്ള ബോൾ അതിനുള്ളിൽ ഉണ്ടാവും എന്നർത്ഥം. സോ ദർ എക്സിസ്റ്റ് റേഡിയസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് വി. അപ്പോൾ എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി സബ്സെറ്റ് ഓഫ് വി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം എന്താണ് എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എഫ് ഓഫ് പി സെൻറ്ററും എപ്സിലോൺ റേഡിയസുള്ള ഒരു ബോൾ ഇവിടുത്തെ വൈയിലെ ബോളാണ്. കാരണം എഫ് ഫ്രം എക്സ് ടു വൈ ആയതുകൊണ്ട് വൈയിലെ ബോളാണ്. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ആൾ ക്യൂ എലമെൻറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി സബ്സെറ്റ് ഓഫ് വി എന്ന് പറഞ്ഞാൽ അതിൽ ഏത് പോയിൻ്റ് എടുത്താൽ അത് വിയിലുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിന് വേണ്ടി ഇഫ് ഡി വൈ ഓഫ് എഫ് ഓഫ് പി വിത്ത് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതായത് എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പിയിലെടുത്താൽ അത് എവിടെ ഉണ്ടാവും എന്നർത്ഥം? വീലുണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? പി എന്ന പോയിൻ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ സിൻസ് പി എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി സബ്സെറ്റ് ഓഫ് എക്സ്. ഇനി നമുക്കറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നറിയാം എല്ലാ പോയിൻറ്റിലും. അപ്പോൾ എഫ് പിയിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡെഫിനേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ ഈ മെട്രിക് എഴുതുമ്പോൾ അടിയിൽ വൈ എക്സ് എന്നൊക്കെ എഴുതുന്നത് ശ്രദ്ധിക്കുക. എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് ഡിസ്റ്റൻസ് എഴുതാൻ പറ്റും. ഇപ്പോൾ എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക് ആയതുകൊണ്ട് റേഞ്ചിലുള്ള എലമെൻ്റൊക്കെ വൈയിലാണ്. അതുകൊണ്ടാണ് മെട്രിക്കിനെ അവിടെ ഡി വൈ എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ. അതിനർത്ഥം എക്സും പിയും തമ്മിലുള്ള ദൂരം ഡെൽറ്റയേക്കാൾ കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും. Okay, that means if x distance between x and p less than delta implies distance between f of x with f of p less than epsilon. അതിനർത്ഥം എന്താ? എഫ് ഓഫ് എക്സും എഫ് ഓഫ് പിയും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവെന്ന് പറഞ്ഞ അർത്ഥം എഫ് ഓഫ് എക്സ് എഫ് ഓഫ് പി സെൻറ്ററും എപ്സിലോൺ റേഡിയസുള്ള ബോളിനുള്ളിലായിരിക്കും. അതിനർത്ഥം എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി. പക്ഷേ എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സബ്സെറ്റ് ഓഫ് ആരാ? വി ആണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? വിയിൽ നിന്നുണ്ട് കിട്ടി. ഓക്കെ, ഇനി ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോൾ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വി എന്ന് പറഞ്ഞ അർത്ഥം എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് അർത്ഥം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഡി എക്സ് ഓഫ് എക്സ് പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞ അർത്ഥം എക്സ് പി സെൻറ്ററും ഡെൽറ്റ റേഡിയസുമുള്ള ബോളിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതായത് എക്സ് എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റ ഓഫ് പി ഇംപ്ലൈസ് എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. അപ്പോൾ എൻ ഡെൽറ്റ ഓഫ് പിയിലുള്ള എല്ലാ പോയിൻറ്റും എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നൈബർഹുഡ്, അതായത് എൻ ഡെൽറ്റ ഓഫ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് പി. ദാറ്റ് മീൻസ് പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് കിട്ടും. അപ്പോൾ എല്ലാ പോയിൻറ്റും ആർബിട്രറി ആയിട്ടാണ് പി ചൂസ് ചെയ്തിരിക്കുന്നത്. സോ എവറി പോയിൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. ദെർഫോർ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ആൻ ഓപ്പൺ സെറ്റ് ഇൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. ഒരു കാരണവശാലും ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ തൊട്ടടുത്തുള്ള കൊറോളറിയും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്തു എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ എവരി ഓപ്പൺ സെറ്റ് വി ഇൻ വൈ. അതായത് വി എന്ന ഓപ്പൺ സെറ്റ് വിയിലെടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ് എക്സിൽ ഓപ്പൺ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? വി നീഡ് ടു പ്രൂവ് അവർ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ്. കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനുവേണ്ടി ലെറ്റ് പി എലമെൻറ്റ് ഓഫ് എക്സ് നടത്തും. ഓക്കെ, ഇനി നമുക്ക് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തു. ഇനി പെട്ടെന്ന് എന്ത് ചെയ്തു? വി എന്ന ഓപ്പൺ സെറ്റ് വൈയിലെടുക്കുകയാണ്. ആ വി ആരായിട്ട് എടുത്തു? എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ പി എന്ന പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് പി എക്സിലുണ്ടെങ്കിൽ എഫ് ഓഫ് പി വൈയിലുണ്ടായിരിക്കും. അപ്പോൾ എഫ് ഓഫ് പി സെൻറ്റർ ആവുന്ന ഒരു ബോൾ ഞാൻ വൈയിലെടുത്തു. അതിന് വി എന്ന് പേര് കൊടുത്തു. വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ക്യൂ എലമെൻറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് ഡി വൈ ഓഫ് എഫ് ഓഫ് പി വിത്ത് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ വിച്ച് ഈസ് ഈക്വൽ ടു എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി. ഓക്കെ, കാരണം അതൊരു നൈബർഹുഡാണ്. എവരി നൈബർഹുഡ് ഈസ് ഓപ്പൺ ആവുന്നതുകൊണ്ട് വി മസ്റ്റ് ബി എ ഓപ്പൺ സെറ്റ് ഇൻ വൈ. ബൈ അവർ അസംഷൻ ഇൻവേഴ്സ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് മസ്റ്റ് ബി ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ്. എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എൻ എക്സ് മീൻസ് എവരി പോയിൻറ്റ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ പി എലമെൻറ്റ് ഓഫ് എവിടെയെന്നറിയാം? എഫ് ഇൻവേഴ്സ് ഓഫ് വി ആണ് അല്ലേ? കാരണം വി ഈക്വൽ ടു ആരാ? എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പി ആണ്. അപ്പോൾ എഫ് ഓഫ് പി ആണ് അതിൻ്റെ സെൻറ്റർ എങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വിയിൽ ആരുണ്ടാവും? പി ഉണ്ടായിരിക്കും. സിൻസ് പി എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി, പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ്. കാരണം ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റ്. അപ്പോൾ പി ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ആയിരിക്കും. ഇൻറ്റീരിയർ പോയിൻ്റ് ഡെഫിനേഷൻ പി സെൻറ്റർ ആവുന്ന ഒരു ബോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വിയുടെ ഉള്ളിലുണ്ടാവും. ദാറ്റ് മീൻസ് ആ ബോളിൻ്റെ റേഡിയസിനെ ഡെൽറ്റ എന്ന് പേര് കൊടുത്തു. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് സോ ദർ ഈസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് പി സെൻറ്ററും ഡെൽറ്റ റേഡിയസ് ഉള്ള ബോൾ പറഞ്ഞാൽ എൻ ഡെൽറ്റ ഓഫ് പി മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി. അതിനർത്ഥം എൻ ഡെൽറ്റ ഓഫ് പിയിലുള്ള എല്ലാ പോയിൻറ്റ്സും എഫ് ഇൻവേഴ്സ് ഓഫ് വിയിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ ഡെൽറ്റ ഓഫ് പിയിലുള്ള പോയിൻ്റ് ആവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പിയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാൾ കുറവാവുക. ഇഫ് ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ആ പോയിൻ്റ് മസ്റ്റ് ബി എക്സ് എലമെൻറ്റ് ഓഫ് എൻ ഡെൽറ്റയിൽ ഉണ്ടാവുന്ന അർത്ഥം. എൻ ഡെൽറ്റ ഓഫ് പി സബ്സെറ്റ് ഓഫ് ആരാ? എഫ് ഇൻവേഴ്സ് ഓഫ് വി ആണ്. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ആണ്. എക്സ് എലമെൻറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞ അർത്ഥം എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് വി ആണ്. ഓക്കെ, ഇനി വിയുടെ പേരെന്തായിരുന്നു? എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് വി ആണ്, എഫ് ഓഫ് പി ആണ്.
അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് പിയിലുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എഫ് ഓഫ് പിയും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ദൂരം എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് പി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ. ഇതിൻ്റെ ഡെഫിനേഷനാണ്, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനാണ്. അതായത് ദാറ്റ് മീൻസ് ഡി വൈ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എഫ് ഓഫ് പി ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടുന്നു. ഹെൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ് പി, ബട്ട് പി ഈസ് ആൻ ആർബിട്രറി പോയിൻറ്റ്. സോ എവരി പോയിൻറ്റിലും കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഹെൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് റിവേഴ്സായിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയാണ്. ഇതേ റിസൾട്ടിനെ ക്ലോസ്ഡ് സെറ്റായിട്ടും പറയാം. കാരണം നമുക്ക് ക്ലോസ്ഡ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൊറോളറി നോക്കാം. എഫ് ഈസ് എ function mapping defined from x into y. X and y are two matrix spaces. Then it is continuous on x if and only if inverse of a closed set is closed in x എന്നർത്ഥം. അതായത് y എടുക്കുന്നതിന് പകരം c is a closed set in y എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് c ഈസ് ക്ലോസ്ഡ് ഇൻ x എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂറ്റി നമുക്ക് ക്ലോസറിലും പറയാൻ പറ്റും. ക്യാരക്ടറൈസേഷൻ ഓഫ് ദ കണ്ടിന്യൂറ്റി വിത്ത് റെസ്പെക്ട് ടു ക്ലോസ്ഡ് സെറ്റ് ആണ്. ഓക്കെ, അതായത് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻവേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് എന്നർത്ഥം. സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ എക്സ് ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് സി എന്ന ഓപ്പൺ ക്ലോസ്ഡ് സെറ്റ് വൈലെടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ക്ലോസ്ഡ് ഇൻ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഞാനൊരു കാര്യം ചെയ്തു, സി ക്ലോസ്ഡ് ഇൻ വൈ എന്നെടുത്തു. സി ക്ലോസ്ഡ് ആണെങ്കിൽ സി കോംപ്ലിമെൻറ്റ് മസ്റ്റ് ബി ഓപ്പൺ ആയിരിക്കും. സോ വി ഈക്വൽ ടു സി കോംപ്ലിമെൻറ്റ് ഓപ്പൺ ഇൻ വൈ. തൊട്ട് മുന്നിലെ റിസൾട്ട് പ്രകാരം എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും ബൈ തിയറം 4.8. പക്ഷേ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ആരാ? വിയുടെ വാല്യൂ കൊടുക്കുക, സി കോംപ്ലിമെൻറ്റ് പറഞ്ഞാൽ ആരാ? ഹോൾ സെറ്റ് മൈനസ് സി എന്നാണ്. ഹോൾ സെറ്റ് പറഞ്ഞാൽ വൈ ആണ്, വൈ മൈനസ് സി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് സി എന്ന് പറഞ്ഞാൽ ബൈ പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് സി ആയിരിക്കും. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ആരാ? എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ് എക്സാണ്, എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് സി. അതിനർത്ഥം എഫ് ഇൻവേഴ്സ് ഓഫ് സിയുടെ ഹോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും. അതിനർത്ഥം എഫ് ഇൻവേഴ്സ് ഓഫ് സി ക്ലോസ്ഡ് ആയിരിക്കും. ഒരു കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണെങ്കിൽ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. സോ എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നു. ഇനി തിരിച്ച് സപ്പോസ് ചെയ്യുന്നു ഇൻവേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്. അതിനർത്ഥം എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ഫോർ എവരി ക്ലോസ്ഡ് സെറ്റ് സി ഇൻ വൈ എന്ന് അസ്യൂം ചെയ്തു. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കണ്ടിന്യൂസ് എന്നാണ് അല്ലേ. ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് സി ക്ലോസ്ഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ഫോർ എവരി ക്ലോസ്ഡ് സെറ്റ് സി ഇൻ വൈ. പക്ഷേ സി ക്ലോസ്ഡ് ആണെങ്കിൽ സി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. അതിനർത്ഥം എഫ് ഇൻവേഴ്സ് ഓഫ് സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വി വെർ വി ഈക്വൽ ടു സി കോംപ്ലിമെൻറ്റ് അസ്യൂം ചെയ്തു. തൊട്ട് മുന്നേ ചെയ്ത് അതേ കാര്യം ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഇൻവേഴ്സ് ഓഫ് വി, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ത് പേര് കൊടുത്തു? എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് കൊടുത്തു. സോ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഫോർ എവരി ഓപ്പൺ സെറ്റ് വി ഇൻ വൈ എന്ന് കിട്ടി. ബൈ തിയറം 4.8 പ്രകാരം എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ്. ഇനി ഇതൊന്നും പ്രൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ തിയറം തന്നെ എഴുതിയിട്ട് റീപ്ലേസ് സി ബൈ സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു വി എന്ന് കൊടുക്കുക എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തിയറം മാത്രം എഴുതുക, ഇതിൻ്റെ പ്രൂഫ് എഴുതേണ്ട ആവശ്യമില്ല. പകരം കഴിഞ്ഞ തിയറം പ്രൂവ് ചെയ്തതിന് ശേഷം പുട്ട് വി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു വി എന്ന് കൊടുക്കുക. ഏത് കൊടുത്താലും കുഴപ്പമില്ല, രണ്ടും വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ അതുകൂടി നമുക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാം. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ഇൻറ്റു ജി, എഫ് ബൈ ജി ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ ഈ റാഷണൽ ഫോമാറ്റിന് കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ വരുന്ന ഫംഗ്ഷൻ മസ്റ്റ് ബി നോൺ സീറോ ആയിരിക്കണം. അതുപോലെ അതിൻ്റെ ലിമിറ്റൊക്കെ നോൺ സീറോ ആയിരിക്കണം. എങ്കിൽ അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ.